എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാലചന്ദ്രൻ ബബുദിയോട് ചോദിക്കുന്നുണ്ട്, ഇനി ആരൊക്കെയുണ്ട് സ്വന്തം കാലയിൽ നിന്ന് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ? എന്തൊക്കെയാണ് അച്ഛനോട് പറയാൻ വേണ്ടി നീയൊക്കെ കരുതി വെച്ചേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം എന്ത് പറയണമെന്ന് അറിയാതെ ആകെ വിഷമത്തിൽ നിൽക്കുക ബബുദ. അന്നേരം ബാലേന്ദ്രൻ ഒരുപാട് ഇമോഷണൽ ആവുന്നു എന്ന് മനസ്സിലാക്കുന്ന അലീന വന്നിട്ട്, ഇത് എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അച്ഛനിങ്ങ് വന്നി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ്. അന്നേരം അങ്ങോട്ട് ഇറങ്ങി വരുന്ന കൃഷ്ണമോള് ബബുദിയോട് ചോദിക്കും, എന്താ പ്രശ്നം, എന്താ കാര്യം, അച്ഛൻ എന്താ പറ്റി എന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയത്തില്ല, ഞാൻ എന്തോ തെറ്റ് ചെയ്തു പോലെയാണ് അച്ഛൻ എന്നോട് സംസാരിക്കുന്നത്, അച്ഛൻ വന്നത് ഞാൻ അറിഞ്ഞില്ല, അതിനാ എന്ന് പറയും. അന്നേരം ചേച്ചി ഇതുവരെ അറിഞ്ഞില്ലായിരുന്നു അച്ഛൻ വന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതിന് എന്നോട് ആരെങ്കിലും പറയണ്ടേ എന്ന് ചോദിക്കും. അന്നേരം കൃഷ്ണമോളി ചോദിക്കും, അതെന്താ പറയുന്നത്, ഞങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടാണ് ഞങ്ങൾ അന്നേരം തന്നെ അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പം, ഞാൻ അറിഞ്ഞില്ല, അതിപ്പോൾ എങ്ങനെ അറിയാനും, ഞാൻ റൂമിലല്ലായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, ഈ ഒരു പുച്ഛഭാവം ഉണ്ടല്ലോ, ഇതാണ് എല്ലാത്തിനും കാരണം, എല്ലാവരോടും അവഗണന, ഒരാളോടും ഒരു ഇൻറ്റിമസിയോ സ്നേഹമോ ഒന്നുമില്ല, അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നൊക്കെ പറയുമ്പം ബബുദിക്ക് ഭയങ്കര പുച്ഛമാണ്. പിന്നെ ഇൻറ്റിമസി, സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് തുള്ളിച്ചാടി അവളങ്ങ് പോകുന്നുണ്ട്. അന്നേരം കൃഷ്ണമോൾ ഇങ്ങനെ ഭയങ്കര വിഷമത്തോടെ ബബുദിയെ നോക്കി നിൽക്കുന്നുണ്ട്. ഇതൊന്നും എത്ര പറഞ്ഞാലും നന്നാകില്ലല്ലോ എന്നായിരിക്കും കൃഷ്ണമോളുടെ ഭാവം. ഏതായാലും അതിനുശേഷം കൃഷ്ണമോള് വൈജയെ വിളിക്കുവാണ്. വിളിച്ചിട്ട് ചോദിക്കും, അമ്മ അവിടെ എന്തെടുക്കുവാ എന്ന്. അന്നേരം ഞാൻ എന്തെടുക്കാനാണ്, ഞാനിവിടെ കട്ടിലേക്ക് കിടക്കുന്നു എന്ന് പറയുമ്പം, കുറേ നാളായല്ലോ അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്, ഇങ്ങോട്ട് വരാറൊന്നും ആയില്ലേ എന്ന് ചോദിക്കുമ്പം, അതെങ്ങനെയാണ് വരുന്നത്, ഡോക്ടർ ഒന്നും പറഞ്ഞില്ല, പിന്നെ കാലയിലെ പ്ലാസ്റ്ററൊക്കെ വെട്ടണം, പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പം കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അവിടെ വേറെ ചികിത്സയൊന്നുമില്ല, വെറും ബെഡ് റെസ്റ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇങ്ങോട്ട് വരാൻ മേലെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മയുടെ എല്ലാ കാര്യങ്ങളും അലീന ചേച്ചി നന്നായിട്ട് നോക്കിക്കോളൂ എന്ന് പറയുമ്പോൾ, അവളുടെ കാര്യം മിണ്ടരുത്, അവരുടെ പേര് കേൾക്കുന്നത് എനിക്ക് ദേഷ്യമാണ് എന്ന് പറയും. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, അലീന ചേച്ചിയോടുള്ള അമ്മയുടെ ഈ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ എന്ന് മാറുന്നു, അന്നേ നമ്മുടെ കുടുംബം നേരെ ആകുള്ളൂ എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, ആ കുടുംബം അങ്ങനെ ആകാനുള്ള കാരണം എന്താണ് എന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ, അവളാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്ന് പറയുമ്പം കൃഷ്ണമോളി ചോദിക്കും, ആണോ, എങ്കിൽ അതൊന്ന് പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല എന്നിങ്ങനെ പറയുവാണ്. അന്നേരം വൈജ് പറയുന്നുണ്ട്, ഇനി എന്നെക്കൊണ്ട് പറയിപ്പിക്കാനായിട്ട് നിൽക്കണ്ട, നിൻ്റെയൊക്കെ സ്വഭാവം എനിക്ക് നന്നായിട്ട് മനസ്സിലായി, ഇവിടെ വന്ന് കിടന്നപ്പോഴാണ് എനിക്ക് എല്ലാവരെയും മനസ്സിലായത് എന്ന് പറയുമ്പോൾ, അമ്മ എന്ത് മനസ്സിലാക്കി എന്ന് ഈ പറയുന്നത്, ഞങ്ങളൊക്കെ ഇവിടെ വളരെ സന്തോഷത്തോടെ സുഖമായിട്ട് കഴിയുവാണ് എന്നാണ് അമ്മയുടെ വിചാരം, ഞങ്ങളുടെ വിഷമം എന്താണെന്ന് ഞങ്ങൾക്കെല്ലാം അറിയത്തുള്ളൂ. അമ്മ ഒരു കാര്യം ഓർക്കണം, ഇവിടെ നല്ല രീതിയിൽ നടന്നിരുന്ന കുടുംബത്തിൽ നിന്നാണ് അമ്മയുടെ മൂത്ത മോൻ ഇപ്പം നടന്ന് ജയിലിലേക്ക് പോയത്, ആ കാര്യം അമ്മ അറിഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഇനിയിപ്പോൾ അതും എൻ്റെ തലയിൽ വെച്ചോ, ഞാൻ വളർത്തിയത് കൊണ്ടാണ് എന്നാണല്ലോ എല്ലാവരും പറഞ്ഞു വരുന്നത്, അതും എനിക്ക് മനസ്സിലാകും എന്നിങ്ങനെ പറയുവാണ്. അന്നേരം കൃഷ്ണമോളി ചോദിക്കുന്നുണ്ട്, അമ്മ ഇപ്പോഴും അമ്മയ്ക്ക് യാതൊരു മാറ്റവും ഇല്ലേ, ഏട്ടൻ്റെ അവസ്ഥ എന്താണ് എന്ന് അമ്മയ്ക്കറിയാം, അപ്പോഴെങ്കിലും മനസ്സിന് എന്തെങ്കിലും മാറ്റം വരും എന്നാണ് ഞാൻ കരുതിയത്, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് എന്നൊക്കെ പറയുമ്പം വൈജയന്തി പറയുവാണ്, എൻ്റെ മനസ്സിന് എൻ്റെ തീരുമാനങ്ങൾക്ക് മാത്രം മാറ്റം വന്നാൽ മതിയോ, നിൻ്റെ അച്ഛൻ്റെ തീരുമാനത്തിന് മാറ്റമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങോട്ടില്ല എന്ന്. ഞാൻ ഒരേ ഒരു കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ, അലീന എന്ന് പറയുന്ന ആ സാധനത്തിനെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന്, അത് ഇതുവരെ കേട്ടിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ എന്നോട് സംസാരിക്കാൻ വരുന്നത് എന്ന് ചോദിക്കും. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, അച്ഛൻ അതിന് പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണവും അമ്മയോട് പറഞ്ഞതല്ലേ, അതെന്താ അമ്മയ്ക്ക് മനസ്സിലാകാത്തത് എന്ന് ചോദിക്കുമ്പം, ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട, അതിനുള്ള പ്രായം നിനക്ക് ആയിട്ടില്ല എന്ന് പറയുന്നു. എന്നിട്ട് അതിനിടയ്ക്ക് അലീനയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, അവളെ മറക്കണമെങ്കിൽ, അവളോടുള്ള എൻ്റെ ദേഷ്യം തീരണമെങ്കിൽ അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം, അതല്ലെങ്കിൽ അവൾ ചത്തു തൊലഞ്ഞു എന്ന് കേൾക്കണം, അപ്പോഴേ എൻ്റെ മനസ്സിൽ നിന്ന് അവളോടുള്ള ആ ദേഷ്യം മാറുള്ളൂ എന്നാണ് വൈജ പറയുന്നത്. അന്നേരം കൃഷ്ണമോൾക്ക് ദേഷ്യം വരുന്നുണ്ട്, അമ്മയ്ക്ക് എന്തെങ്കിലും മാറ്റം വന്നു കാണുമോ എന്നെനിക്കൊരു സംശയമുണ്ട്, അതുകൊണ്ട് വിളിച്ചതാ, ഇപ്പം വന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ, ഇനി കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, നീ അങ്ങ് ഫോൺ വെച്ചേരെ എന്ന് പറയുവാണ് വൈജയന്തി. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അവിടെ ഇല്ലെങ്കിലും എല്ലാവരുടെയും കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ നടക്കും എന്നുള്ള വിശ്വാസം നിനക്കൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പരിഭവം പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ ബാലേന്ദ്രൻ വീട്ടിൽ വന്ന കാര്യവും കൃഷ്ണമോള് പറയുന്നുണ്ട്. എന്നിട്ട് അമ്മ അറിഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അറിഞ്ഞായിരുന്നു, ഇവിടെ വന്ന ഒരു നേഴ്സാണ് എന്നോട് പറഞ്ഞത് എന്ന് പറയുമ്പം, അച്ഛൻ അമ്മയോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കും. എന്നോട് പറഞ്ഞൊന്നുമില്ല, വന്നതും പറഞ്ഞില്ല പോയതും പറഞ്ഞില്ല എന്ന് പറയുമ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, അത് നേരാ, അച്ഛൻ ഇവിടെ കുഴഞ്ഞു വീഴുന്നതിന് മുമ്പ് അമ്മ വിളിച്ച് അറിയിക്കണമായിരുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പം, അതല്ല, കൊണ്ടുവന്നവർക്ക് പറയാമായിരുന്നല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, അങ്ങോട്ട് കൊണ്ടുവന്നത് അലീന ചേച്ചിയാണ്, അലീന ചേച്ചി കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് പിടിക്കത്തില്ലല്ലോ, അന്നേരം അമ്മയ്ക്ക്
ദേഷ്യം വരില്ലേ, പിന്നെ ഇങ്ങനെ അലീന ചേച്ചി അമ്മയെ അറിയിക്കുന്നത് എന്നും ചോദിക്കുന്നുണ്ട്. എന്നിട്ട് കൃഷ്ണമോള് ഒരു കാര്യം കൂടി എടുത്തു ചോദിക്കും, അമ്മ ഞാനൊരു കാര്യം അറിഞ്ഞായിരുന്നു, സുലോചന ആൻറ്റിയാണ് പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും പിരിയാൻ തീരുമാനിച്ചോ, അങ്ങനെ ഒരു തീരുമാനം അമ്മ എടുത്തോ എന്നൊക്കെ ചോദിക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട്, ഇതൊന്നും നിന്നോട് സംസാരിക്കാനുള്ള കാര്യങ്ങളല്ല, നിനക്ക് അതിനുള്ള പ്രായമായിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് വെച്ചേരെ, അതാ നല്ലതെന്ന് പറഞ്ഞ് ഫോം വയ്ക്കുവാണ്. പിന്നീട് ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലേന്ദ്രൻ താഴെ വന്നിരുന്ന് പത്രമൊക്കെ ഒന്ന് വായിച്ചു, അത്യാവശ്യം വിവരങ്ങളൊക്കെ പത്രത്തിൽ വന്നത് അറിഞ്ഞു. അന്നേരം ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ, കണ്ണൊക്കെ വേദന എടുത്തിട്ട് തലവേദന എടുക്കുവാണ്, മനസ്സിലാത്രത്തോളം വിഷമം തങ്ങി നിൽക്കുന്നതുകൊണ്ടാവാം. അന്നേരം അങ്ങോട്ട് ബാലേന്ദ്രന് ചായയായിട്ട് വരുന്ന അലീന ചോദിക്കും, എന്താ വെച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. ബാലേന്ദ്രൻ്റെ ആ ഇരിപ്പ് കണ്ടിട്ടാണ് ചോദിക്കുന്നത്. അന്നേരം ചായ മേടിച്ചിട്ട് പറയുവാണ്, കണ്ണിന് ഭയങ്കര വേദന എടുക്കുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു, തലവേദന എടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും അലീന ഓടിപ്പോയി ബാം എടുത്തുകൊണ്ട് വരും. എന്നിട്ട് ബാലേന്ദ്രൻ്റെ നെറ്റി പുരട്ടിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പത്രം വായിച്ചു അച്ഛൻ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ വായിച്ചു എന്ന് പറയും. നേരം ആശ്വസിപ്പിക്കുന്നുണ്ട്, അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, ഇതെല്ലാം ശരിയാകും, ഇതെല്ലാം കുറേ പ്രശ്നങ്ങളല്ലേ, ഇതെല്ലാം നമ്മൾ മറികടന്ന് പോകും എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കും, നീ എന്താ പറയുന്നത് എന്ന് വല്ല ബോധവും നിനക്കുണ്ടോ, ഇതെങ്ങനെ മറികടക്കാൻ പറ്റും എന്നാണ് നീ ഈ പറയുന്നത്, എല്ലാം ചിന്നിച്ചിതറി കിടക്കുന്ന ഒരു കുടുംബമാണിത്, അതെങ്ങനെ നേരെയാക്കി എടുക്കും, അതിനെപ്പറ്റി വല്ല ബോധമുണ്ടോ എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, ചിന്നിച്ചിതറി പോയതെല്ലാം പല സ്ഥലത്തും നമ്മൾ റീബിൽഡ് ചെയ്തെടുക്കുന്നില്ലേ, ഭൂകമ്പം ഉണ്ടാകുമ്പോഴും പ്രളയം ഉണ്ടാകുമ്പോഴും എല്ലാം നമ്മളത് പുനർനിർമ്മിച്ചെടുക്കും, അതുപോലെ ഈ കുടുംബവും നമുക്ക് പുനർനിർമ്മിച്ചെടുക്കാൻ പറ്റുവച്ച എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഒരു കണക്കിന് വൈജയന്തി പറഞ്ഞ ഒരു കാര്യം നേരാണ്, നീ വന്നതിന് ശേഷമാണ് ഈ കുടുംബം നശിക്കാൻ തുടങ്ങിയത് എന്ന്. അതിന് കാരണമുണ്ട്, കാരണം അതുവരെ ഈ കുടുംബം ഭയങ്കര കെട്ടുറപ്പുള്ള ഒരു മാതൃകാ കുടുംബമാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ നീ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇതൊരു കുടുംബമല്ല, ഫേക്ക് ഫാമിലിയാണ് ഇത് മൊത്തം, ഫേക്കായ പല കാര്യങ്ങൾ കൊണ്ടാണ് ഇത് കെട്ടിപ്പൊക്കിയേക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി, ചതിയും വഞ്ചനയും ദുഷ്ടത്തരവും എല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് എന്നിങ്ങനെ പറയുക. അന്നേരം അങ്ങ് വിഷമാവുന്നുണ്ട് അലീനയ്ക്ക്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നീ വന്നതുകൊണ്ടാണ് ഈ കുടുംബം തകർന്നത് എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്, നീ വന്നപ്പോഴാണ് ഈ കുടുംബം ഒരു കുടുംബമല്ലായിരുന്നു, ഇത് ചതി കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു കെട്ടിടം മാത്രമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. അതിൻ്റെ അകത്ത് സ്നേഹമോ വിശ്വാസമോ പരസ്പര സ്നേഹമോ ഒന്നുമില്ലായിരുന്നു, ചതി കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കുറേ പില്ലറുകളിലായിരുന്നു ഈ കുടുംബം നിന്നിരുന്നത്, നീ വന്നപ്പം അത് പൊട്ടി, അതാണ് സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അന്നേരം വിഷമത്തോടെ അത് കേട്ട് നിൽക്കുന്നുണ്ട് അലീന. എന്നിട്ട് പറയുന്നുണ്ട്, ഇതെല്ലാം മാറും, അത് മാറണമെങ്കിൽ നമ്മൾ പലതും മറക്കാനും ക്ഷമിക്കാനും തയ്യാറാകണം, മനുഷ്യൻ ചിന്തിക്കണം, ഒരു 5 മിനിറ്റ് ശ്വാസം നിന്ന് പോയിട്ടുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് ചീഞ്ഞളിയുന്ന ഒരു ശരീരം കൊണ്ടാണ് നമ്മളെല്ലാവരും നടക്കുന്നതെന്ന്. അങ്ങനെ ഒരു ബോധ്യം വരുമ്പം എല്ലാവരോടും ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ പറ്റും, അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം മാറുകയുള്ളൂ, ഇതെല്ലാം ശരിയാകുകയുള്ളൂ എന്ന് അലീന പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്നെയും കൂടി കൂട്ടിയാണോ പറഞ്ഞത് എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, അതെ, ഞാൻ എന്നെയും കൂടി കൂട്ടിയാണ് പറഞ്ഞത്, എല്ലാവരും ക്ഷമിക്കാനും മറക്കാനും തയ്യാറായാലേ ഇനി ഇത് നേരെ ആവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അലീന അങ്ങ് പോകുമ്പം ആകെ വിഷമിച്ചിങ്ങനെ ആ ഭിത്തിയെ തന്നെ ഇങ്ങനെ ചാരി നിൽക്കുവാണ് ബാലേന്ദ്രൻ. പിന്നെ കാണിക്കുന്നത് ശരണ്യനെയാണ്. ശരണ്യ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലോട്ട് കൊണ്ടുവരുവാണ്, ആംബുലൻസിലാണ് കൊണ്ടുവരുന്നത്. വന്നു കഴിയുമ്പം ആകെ തളർന്ന് നിൽക്കുക കേട്ടോ, ഒന്നിനോടും പ്രതികരണമില്ലാതെ ഇങ്ങനെ ഒരു ചത്ത മനസ്സുമായിട്ട് കയറി വരുവാണ്. ശരണ്യെ കാണുമ്പോഴേ അറിയാം എല്ലാം നഷ്ടപ്പെട്ടു, ഇനി ജീവിതത്തോട് പോലും ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ് അകത്തോട്ട് കയറി വരുന്നത്, ഒന്നിനോടും പ്രതികരിക്കുന്നില്ല. അതായത് അച്ഛനും അമ്മയൊക്കെ പിടിച്ചുകൊണ്ട് അകത്തുകൊണ്ട് കിടത്തുന്നുണ്ട്. അന്നേരം പുറത്ത് നിന്ന് ആൾക്കാരെല്ലാം സംസാരിക്കുന്നുണ്ട് കേട്ടോ, എന്ത് സുന്ദരിയായിരുന്നു, എന്ത് മിടുക്കിയായിരുന്നു, തുള്ളിച്ചാടി നടന്നത്, ഇപ്പം അതിൻ്റെ ഒരു അവസ്ഥ നോക്കിക്കേ, കഷ്ടമായി പോയി എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. ഏതായാലും അകത്തുകൊണ്ട് കിടത്തിയപ്പോഴും യാതൊരു പ്രതികരണവും ഇല്ല, ചുമ്മാ ഇങ്ങനെ മുകളിലോട്ട് നോക്കി ഇങ്ങനെ കിടക്കുവാണ് ശരണ്യ. അപ്പോഴത്തേക്കും ആകെ വിഷമത്തോടെ അമ്മയും അച്ഛനും സഹോദരനും എല്ലാം അടുത്ത് നിന്ന് കരയുന്നുണ്ട് കേട്ടോ ശരണ്യയുടെ ഈ അവസ്ഥ കണ്ടിട്ട്. ഈ സമയം അങ്ങോട്ടേക്ക് വനിതാ കമ്മീഷനിലെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അവരവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, ശരണ്യയ്ക്ക് നല്ല ഫുഡ് കൊടുക്കണം, നല്ല രീതിയിൽ മോളെ നോക്കണം, അതുപോലെ വിസിറ്റേഴ്സിനെ അനുവദിക്കരുത്, ആവശ്യമില്ലാത്ത ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവർ പല രീതിയിൽ സംസാരിക്കും, പല ചോദ്യങ്ങളും ചോദിക്കും, അത് മോളുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും, അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അന്നേരം അമ്മ പറയുന്നുണ്ട്, അവൾ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല, എപ്പോഴും മരിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുമ്പം അവർ ശരണ്യയോടായിട്ട് പറയുന്നുണ്ട്, മോളെ നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത്, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല, നിന്നെ ചതിച്ചവരെ നീ ജയിലിൽ കയറ്റണം, അവരാണ് മരിക്കേണ്ടത്, അല്ലാതെ നീയല്ല മരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ശരണ്യയ്ക്ക് കുറച്ച് ധൈര്യം കൊടുക്കാൻ
കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒന്നിനോടും പ്രതികരണം ഇല്ലാത്ത പോലെ ഇങ്ങനെ മുഖത്തേക്ക് നോക്കി കിടക്കുവാണ്. ഏതായാലും അവരോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫോൺ നമ്പർ കൊടുത്തിട്ട് പറയും, എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി, എനിക്ക് കുറച്ച് ജോലി ഉണ്ടാവും, ഞാൻ ഇപ്പോൾ പോവുകയാണ്, ഇടയ്ക്കിടയ്ക്ക് വരാം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി പോരുന്നു. അവർ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അമ്മ ശരണ്യോട് മാറി മാറി ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് എന്നതാ വേണ്ടേ, പുട്ടുണ്ടാക്കി കൊണ്ട് തരട്ടെ, അതുപോലെ നാരങ്ങ വെള്ളം വേണോ, നിനക്ക് എന്താ വേണ്ടേ എന്ന് ചോദിച്ച് മാറി മാറി ചോദിക്കുമ്പോഴും ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് കിടക്കുവാണ്. അന്നേരം അച്ഛൻ പറയുന്നുണ്ട്, നീ വേണോ എന്ന് ചോദിക്കേണ്ട, എന്തെങ്കിലും ഉണ്ടാക്കി അവൾക്ക് കൊണ്ട് കൊടുക്കുക, അതാ നല്ലതെന്ന് പറയും. അമ്മ അങ്ങ് പുറത്ത് പോയി കഴിയുമ്പോൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് തിരിഞ്ഞ് കിടക്കുവാണ് ശരണ്യ. അന്നേരം അച്ഛന് ഭയങ്കര സങ്കടം വരുന്നുണ്ട് കേട്ടോ. അച്ഛൻ ഇങ്ങനെ ശരണ്യയുടെ അടുത്തേക്ക് ഇരിക്കും, എന്നിട്ട് തലമുടിയിലൊക്കെ ഒന്ന് തലോടിയിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് എന്നതാ കഴിക്കാൻ വേണ്ടേ, മോൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഞാൻ ഹോട്ടലിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോഴും വേണ്ട, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തിരിഞ്ഞ് കിടക്കുവാണ്. കുറച്ച് നേരം അവിടെ ഇരുന്ന് കരയുന്നുണ്ട് അച്ഛൻ, ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ കുറച്ച് നേരം മോളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കും. എന്നിട്ട് അങ്ങ് ഇറങ്ങി പോരുവാണ്. അന്നേരം ശരണ്യയുടെ സഹോദരനും അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അവനും ഒരുപാട് സങ്കടം വരുന്നുണ്ട്, അവനും കണ്ണൊക്കെ നിറഞ്ഞു വന്ന് ആകെ വിഷമിച്ച് നിൽക്കുവാണ്. അതുപോലെ വനിതാ കമ്മീഷനിലെ അംഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നാട്ടുകാരൊക്കെ പുറത്ത് നിൽപ്പുണ്ട്. അന്നേരം അവരോട് എല്ലാവരും ചോദിക്കും, നിങ്ങൾ ഈ നാട്ടുകാരാണോ, ഇവിടെ ചുറ്റുവട്ടത്തുള്ളവരാണോ എന്നൊക്കെ ചോദിക്കുമ്പം അതേന്ന് പറയും. അന്നേരം അവർ പറയുന്നുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് ഈ വീട്ടിലോട്ട് വേണം, ഇവിടെ ഉള്ള പെൺകുട്ടിക്ക് സംഭവിച്ചത് നിങ്ങൾക്കറിയാലോ, ഓപ്പോസിറ്റ് നിൽക്കുന്നത് വലിയ കാശുള്ള പാർട്ടീസാണ്, അതിൽ ഒരുത്തൻ്റെ അച്ഛന് ജ്വല്ലറിയും സ്വർണ്ണക്കടയും ടെക്സ്റ്റൈൽസും അങ്ങനെ വിവിധ സ്ഥാപനങ്ങളുള്ള നല്ല കാശുകാരനാണ്, അതുപോലെയാണ് ബാക്കിയുള്ളവർ. അതുകൊണ്ട് പണം എറിഞ്ഞ് അവരെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും, അതുകൊണ്ട് ഒറ്റെണ്ണത്തിനെ ഇങ്ങോട്ട് അടുപ്പിച്ചേക്കരുത് എന്ന് പറഞ്ഞ് നാട്ടുകാരോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ശരണ്യയുടെ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട്, അവർ ലക്ഷങ്ങൾ തരാം എന്ന് പറയും, പക്ഷേ ആ പണത്തിൻ്റെ കനം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് മാറരുത്, പണത്തിന് മേലെയാണ് നിങ്ങളുടെ മകളുടെ മാനം എന്നുള്ള കാര്യം നിങ്ങൾ അവരോട് മുഖത്ത് നോക്കി പറയണം, അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉറച്ചു നിന്നേക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടുന്ന് വനിതാ കമ്മീഷൻ പോരുന്നത്. അത് കഴിഞ്ഞ് ശരണ്യയുടെ അമ്മ ശരണ്യയുടെ അടുത്ത് വന്നിരുന്ന കരയും ഒരു സങ്കടം പറയുന്നതൊക്കെ കാണിക്കുന്നു. പിന്നീട് മനു നെടുമ്പുരിയിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. അവിടെ വന്നിട്ട് കൃഷ്ണമോളോടും ബബിതയോടുമായിട്ട് സംസാരിക്കുവാണ് മനു. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ശക്തമായിട്ട് എതിർക്കണം ഡിവോഴ്സിനെ, നിങ്ങൾ രണ്ടുപേരും ശക്തമായിട്ട് എതിർത്ത് നിന്നാൽ തന്നെ അവർ ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോകില്ല എന്ന് പറയും. അതുപോലെ ബബിതയോട് പറയുന്നുണ്ട്, ഡിവോഴ്സുമായിട്ട് അമ്മ പോയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ കൂടെ നീ ചെല്ലില്ല എന്ന് തന്നെ പറയണം എന്നൊക്കെ പറയും. അന്നേരം അവളുടെ സ്വഭാവമല്ലേ, ഒരു പുച്ഛമല്ലേ. അന്നേരം മനു ചോദിക്കുന്നുണ്ട്, നീ ഈ കുടുംബത്തിന് ചേരാത്ത രീതിയിൽ എന്തെങ്കിലും തെറ്റ് നീ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോൾ ആ ശക്തിക്ക് ഇച്ചിരി പേടിയൊക്കെ ആവുന്നുണ്ട്, മനുവിൻ്റെ മുഖത്തേക്ക് നോക്കാനൊക്കെ ഒരു പേടിയൊക്കെ ആവുന്നുണ്ട്. എന്നിട്ട് മനു അവളുടെ മുഖത്ത് നോക്കി സൂക്ഷിച്ച് കുറച്ച് നോക്കി എന്നിട്ട് ഇറങ്ങി പോകുന്നതും കാണിക്കുന്നുണ്ട്. കയ്യിലിരിപ്പ് മോശമാണ്, അമ്മയൊക്കെ വലിയ സാധനമാണ് ഇത്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചത്.